ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇത് പിള്ളേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ കണ്ടില്ലേ സീമക്കൊന്ന ഞാൻ കുറേ പൊട്ടിച്ച് വെച്ചു കണ്ടാ. ഇതുപോലെ നമ്മളെ വെയിലിന്റെ ചൂട് തട്ടുന്നതിന് നമ്മൾ പച്ചക്കറിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതേപോലെ കുറച്ച് പച്ചക്കറീന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുറേ സീമക്കൊന്നേൻ്റെ തോല് കൊത്തി വെച്ച് ഇതിനകത്ത് കുറേ ഇതേപോലെ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പച്ചക്കറീനെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലൂ. നമ്മൾ വെയിൽ കൊണ്ട് കരിഞ്ഞിട്ട് ഇലദേശം വാടിയിട്ട് 2-3 ദിവസമായി എനിക്ക് വല്ലാത്ത വിഷമം പറ്റാതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനെന്താ വെച്ചാൽ ഇന്ന് ഞാൻ നേരത്തെ നോക്കി സീമക്കൊന്നേലും കൊത്തി വെച്ച് കുറേ ഇങ്ങനെ കൊത്തിയിട്ട് കുറേ ഞാൻ ഇതിനെല്ലാം വിരിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതും കൂടി ഇത് കുറേ ഉണ്ട്. ഇത് തേച്ചും വിരിച്ച് വെക്കണമെങ്കിൽ പണി വരുത്തുന്നുണ്ട്. എന്നാലും ഞാൻ കുറേ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ ആക്കുന്നത്. ഇതുപോലെ നിങ്ങളും ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് സീമക്കൊന്ന ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉണക്കച്ചപ്പ് കിട്ടുമെങ്കിൽ ഉണക്കച്ചപ്പ് എന്താ കിട്ടിയത് ഇതിന്റെ ചുവട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് എന്തെന്നാ കിട്ടിയത് എന്ന് വെച്ചാൽ ഇതിന്റെ ചുവട്ടിൽ തണുപ്പ് വിടാൻ ഇലകൾ മുറിച്ചിട്ട് ഇടുക. എന്തലിയായാലും മതി, പുല്ലായാലും മതി, എന്തെന്നായാലും മതി. എന്നിട്ട് നിങ്ങൾ ഇവർക്ക് തണുപ്പ് കൊടുക്കുക. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ശപിക്കും. ഇവർക്ക് ഇങ്ങനെ മാത്രം പോരാ, ഇവർക്കും ഉണ്ടാവില്ലേ ക്ഷീണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ലേ, നമ്മളെപ്പോലെ തന്നെ അവർക്കും ഇല്ലേ. ഇങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ പുല്ല് പറിച്ചിട്ട് ഇതേപോലെ അടിയിലിട്ട് കൊടുത്താലും മതി. എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് അടിമറിച്ച് വെച്ചു കൊടുത്താൽ മതി. എന്നാലും നല്ല ഉഷാറായിട്ട് വരും. കണ്ടാ, ഇതേപോലെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് അടിമറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അന്നേരം ആ പുല്ല് തേച്ചു അമ്മിയോഞ്ചി അത് വളമാവും. അവർക്ക് നല്ല തണുപ്പും കിട്ടും. ഇക്കൊല്ലം തേച്ചു നല്ലൊരു ഇതായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ പച്ചക്കറീനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ചൂടിന് എങ്ങനെ നമ്മൾ രക്ഷിക്കാം എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇതിപ്പോൾ കണ്ട ഞാനിവിടെ ഒരു തക്കാളിൻ്റെ ഒരു കൊമ്പ് പൊട്ടിപ്പോയിട്ട് ഒരു തക്കാളിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയിട്ട് ഞാൻ അത് ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അത് പൊടിച്ചിട്ടുണ്ട്, ചേച്ചിട്ടുണ്ട്. 3-4 ദിവസം അതിൽ കുഴിച്ചിട്ടിട്ട് അത് തിരി വരുന്നുണ്ട്. അതിനും കൂടി ഞാനൊരു തണുപ്പിൽ ഇട്ട് കൊടുക്കട്ടെ. സീമക്കൊന്നയാകുമ്പോൾ എന്ന് വെച്ചാൽ സീമക്കൊന്നയാകുമ്പോൾ എന്നാ വിചാരിച്ചാൽ നല്ല മരുന്നും കൂടി അതിന് പ്രാണികളോ മറ്റുള്ള എല്ലാം കുറയും. ഇതാകുമ്പം ഇതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ, കൊതുക് മറ്റുള്ളതിനെല്ലാം നല്ലതാണ്. ഞാനിത് പണ്ടേ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇക്കൊല്ലം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചെയ്യില്ല. അതുകൊണ്ട് ഭയങ്കര ചൂട് വന്ന് ഉണങ്ങി, വേര് അടക്കം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് കായ് ഉണ്ടാകുന്നില്ല, കായ് കാണുന്നില്ല, എല്ലാം ചോന്ന് പിടിച്ചു പോയി. കായ് പിടിക്കുന്നതെല്ലാം അങ്ങനെ കെട്ട് വീണ് പോന്നു. ചൂടോടെ ഇങ്ങനെ അങ്ങനെ തന്നെ കെട്ടിട്ട് കലങ്ങി വീണ് പോവാ ചൂട് കൊണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാം. ഞാൻ ഏതായാലും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ല. ഇനിയിപ്പോൾ മേലെന്നതിന് വേണ്ട വെച്ചാൽ ഇനി ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ പ്രോട്ടീൻ മിശ്രിതം കുറച്ച് ഇതിൻ്റെ മേലെ കുറേശ്ശെ അതും ഇട്ട് കൊടുക്കുക. അന്നേരം എന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടം പോലെ മേലോട്ട് വരും. ഇപ്പം കുറച്ച് അടിയിലോട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് കുറേ അധികം ഇതാവുന്നത്. അധികം ഇതിങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ചധികം ചൂട് വേശുന്നത്. കുറച്ചും കൂടി മണ്ണ് മേലോട്ടുണ്ടെങ്കിൽ ഇത്ര ചൂട് വേശൂല, വേരിന് തട്ടുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ എല്ലാറ്റിനും ചെയ്തു കൊടുത്താൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം കൊടുക്കേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നത്തേന് കൊടുക്കാൻ നമ്മളൊക്കെ വേണ്ടു. അപ്പോഴേക്കെല്ലാം ആദ്യം ഉണ്ടാവും. കുറേ കൊത്തിയതുണ്ട്, വിരി വരുന്നതുണ്ട്, കുറേ വളർന്നതുണ്ട്. ഇതെല്ലാം നമ്മളെ കൃഷിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി അങ്ങോട്ട് നമ്മളെ തിരിച്ചു തരുള്ളൂ. അവരുണ്ടാവും വെള്ളത്തിനാകുമ്പോൾ. ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ദാഹിച്ച് വെള്ളത്തിന് വരുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കി നിൽക്കുന്നു, അതുപോലെ ഈ പച്ചക്കറികളും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനുള്ള ശേഷിയില്ല. അത് അവരെന്തെങ്കിലും ആക്കിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് അവര് നമുക്ക് അനുഭവം തരാത്തത്. നമുക്ക് എല്ലാ അനുഭവം തരുന്നത് നമ്മൾ തണുപ്പോടെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടാവുക. ഇതിപ്പം കണ്ടില്ലേ, ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു കൊടുക്കുക.
എന്നിട്ട് പിന്നെ കൃഷീനെ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കൃഷി ചെയ്യുന്ന കൂട്ടർ എല്ലാവരും ഇങ്ങനത്തെ ചെയ്തോളണം. അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി ഉണങ്ങിപ്പോവും. എല്ലാം നല്ല പച്ചപ്പോടെ വരൂ. ഇതിങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പച്ചപ്പോടെ ഇങ്ങ് വരും. പിന്നെ അത് മാത്രമല്ല, പച്ചപ്പോടെ വരുന്നത് മാത്രമല്ല അവര് തഴച്ച് വളരുകയും ചെയ്യും. നല്ല കറുപ്പോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല നമുക്ക് കായ്കളും നല്ലപോലെ ഉണ്ടാവും. ഒരു മഴയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളത്. ഈ കൃഷീനെ രക്ഷിക്കുക. ഈ ചൂടിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മളെ കൃഷീനെ രക്ഷിക്കാന്നാണ് നമ്മളിപ്പം ആലോചിക്കേണ്ടത്. ഈ ചൂടിന്ന് നമ്മളെ കൃഷീനെ എങ്ങനെ രക്ഷിക്കാന്നുള്ള ആ ഒരു ആലോചന നമ്മൾ മറന്നു പോവാതെ സൂക്ഷിക്കുക. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. പക്ഷെ അത് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന പച്ചക്കറിയും നമുക്ക് വേണ്ടുന്നതല്ല. ഇനിയിപ്പം രാവിലെ ഇതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾക്ക് വെള്ളം പറ്റൂല. മനസ്സിലായില്ലേ? വെള്ളമൊന്നും പറ്റൂല. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പിന്നെ ഉണങ്ങി കരിഞ്ഞ് ഒന്നുമില്ല, അടത്തിയാൽ എടുക്കാൻ പറ്റാതെ ഉണങ്ങിപ്പോയി പച്ചക്കറിയെല്ലാം. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത്. നമ്മളെ പച്ചക്കറിയെ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ അതിനെ രക്ഷിക്കാനുള്ള ആ ഒരു ഇത് നമ്മൾ കാണിക്കുക. പക്ഷെ ആ സമയത്ത് നമ്മളെ കൃഷികളും നമ്മളെ സന്തോഷിക്കും. നമ്മളത്രയും ആ കൃഷീനെ ചെയ്യുമ്പോൾ നമ്മൾ ശാപം വാങ്ങിക്കൂട്ടില്ല. ഇല്ലെങ്കിൽ നമ്മളെ അവർ ശപിക്കും, നിങ്ങൾക്കും വെള്ളമൊന്നും ഇരുവില്ലാണ്ട് പോട്ടേന്ന്. ആ സമയത്ത് അത് നമ്മളും ദാഹിച്ചിട്ടും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മളും ഉണ്ടാവും. അതേപോലെ ജീവിക്കേണ്ടി വരും. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ നന്മയിലെ കൂടി അവർ നല്ല പ്രാർത്ഥന ഉണ്ടാവും നമ്മളെ വീട്ടിൽ. ശരി, അവർക്ക് നല്ലപോലെ കൊടുക്കണേ, നല്ല ആരോഗ്യം കൊടുക്കണേ എന്ന് പറയും. അല്ലെങ്കിൽ ഉണ്ടല്ല നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുക. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളേ. നമ്മളെ കൃഷീനെ നമ്മൾ രക്ഷിക്കുക. എല്ലാവരും കൃഷി ചെയ്യുക. പച്ചക്കറി കൃഷി ഒരു 5 ഇതെങ്കിലും എല്ലാവരും എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതല്ല, നമ്മൾ ഈ ചെയ്യുന്ന പണിക്ക് എന്തെങ്കിലും ഞാൻ ഈ ചെയ്യുന്നത് നന്മയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ എനിക്ക് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നന്മയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ കമന്റിലൂടെ അറിയിക്കണം. എന്താന്നറിയണ്ടേ, ഇത് ചെയ്യുന്നത് ശരിയാണ്, അത് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതെന്നെ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇതും കൂടി ഈ പയറിന് വെക്കട്ടെ. ഞാൻ അപ്പുറത്ത് വെച്ചു. ഇനി അങ്ങോട്ട് വെക്കാനുണ്ട്, ആ മുളകിന് വെക്കാനുണ്ട്. അതിപ്പോൾ തേച്ച് കാണിക്കുന്നില്ല, ഈടെ വെക്കുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നില്ല. ഈ ചെറിയനും കൂടി ഇവിടെ വെക്കട്ടെ. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങളും വെച്ച് കൊടുക്കുക. ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈടെ വന്നിട്ട് നിങ്ങൾക്ക് വെക്കുന്നത് കാണിച്ചു തരുന്നത്. കണ്ട ഉണ്ടല്ലേ? ഇതേപോലെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ട, ഇത് നമ്മളെ ഈ പച്ചക്കറി ഈ കൃഷികളുണ്ടല്ലോ, നമ്മളെല്ലാം നല്ലപോലെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ദാഹവും വിശപ്പും ഇല്ലാതെ വിധത്തിലാവണേന്നുള്ള പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല. നമുക്ക് ഇവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വായിലൊന്നാവില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെപ്പോലെ അല്ല, നമുക്ക് എണീറ്റിട്ട് പോയിട്ട് എല്ലാം ചെയ്യാനും പറ്റും, എല്ലാം കുടിക്കാനും പറ്റും, എടുക്കാനും പറ്റും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളും എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലെ ചെയ്തു കൊടുക്കുക. എന്നോട് കുറേ ഞാൻ ചെയ്തു, എന്നിപ്പോൾ കുറേ കൂടി ഇടാനുണ്ട്. ഞാനത് നിങ്ങളെ പിന്നെ കാണിക്കാം. ഇത് ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ? ഇത്രയും ഞാൻ ചെയ്തു, കണ്ടല്ലോ. ഇത് തേച്ചൊന്നും നിങ്ങളെ കാണിച്ചില്ല. ഞാൻ ആദ്യം എടുത്തിട്ട് നോക്കുമ്പോഴേക്ക് അതിൽ പിടിക്കാൻ പറ്റിയില്ല. ഇവിടെയെല്ലാം വെച്ചതല്ല, കണ്ടല്ലോ. ഇതേപോലെ വെച്ചിട്ട് നിങ്ങളും ചെയ്യുക കൃഷി. ഇനിയിപ്പോൾ അങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇതെന്നും കുറേ ഇടാനുണ്ട്, വെക്കാനുണ്ട്. എന്നും 2 ദിവസം പണിയെടുത്താൽ തീരുവില്ല, അത്രക്കുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് അടിക്കുക. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.